കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ അന്വേഷണം തുടരുന്നു. കേസന്വേഷണവുമായി കേരളത്തിലെത്തിയ സംഘം കൊച്ചിയിൽ തുടരുകയാണ്. പെൺകുട്ടിയുടെയും ഭർത്താവിൻ്റെയും മൊഴിയെടുക്കും. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, ഈ ഫർഹാന്റെ സുഹൃത്തിനെ കൂടി കാണുക, ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യം കൂടി ഈ അന്വേഷണ സംഘത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടിയെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലാണോ ഇവർ പോലീസിനെ മറ്റും സമീപിച്ചിരിക്കുന്നത്? എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് ഇവർ ഇപ്പോൾ നടത്തുന്നത് എന്നാണ് കേരള പോലീസ് വ്യക്തമാക്കുന്നത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലെത്തിയത്. അതെത്തിയത് ആ പെൺകുട്ടിയും ഭർത്താവും കൊച്ചിയിലുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവരുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലൊക്കെ അവർ കൊച്ചിയിൽ തന്നെയുണ്ട്. കൊച്ചി നഗരത്ത് കളമശ്ശേരി ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് ഇവർ സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷെ മധ്യപ്രദേശ് പോലീസിനോ കേരള പോലീസിനോ ഇരുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സുഹൃത്തിനെ അടക്കം ഇന്നലെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും ആ യുവാവ് എത്താൻ തയ്യാറായില്ല. കാരണം സ്വാഭാവികമായും പോക്സോ കേസാണ്, തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള വകുപ്പുകളുണ്ട്. അറസ്റ്റ് ഭയന്നുകൊണ്ടായിരിക്കും ആ യുവാവ്, സുഹൃത്തായിട്ടുള്ള യുവാവ് ചോദ്യം ചെയ്യലിൽ ഹാജരാകാത്തതെന്നാണ് കരുതുന്നത്. പക്ഷെ മധ്യപ്രദേശ് പോലീസ് പറയുന്നത് ഇരുവരുടെയും മൊഴിയെടുക്കുകയാണ് ലക്ഷ്യമെന്നാണ്. യുവതിയുടെയും ഈ പെൺകുട്ടിയുടെയും ഈ ഭർത്താവെന്ന് പറയുന്ന യുവാവിന്റെയും മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് എത്തിയതെന്നാണ് മധ്യപ്രദേശ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായും ആ യുവാവിന് ഹൈക്കോടതി ജാമ്യം ലഭിക്കുന്നതിനാൽ 20-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ യുവാവിന്റെ അറസ്റ്റ് ഉണ്ടാകില്ല. പക്ഷേ പെൺകുട്ടിക്ക് ഭയമുണ്ട്. സ്വാഭാവികമായും ഈ ഒരു പ്രായപൂർത്തിയായില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ മധ്യപ്രദേശ് പോലീസിന് ആ പെൺകുട്ടിയെ ഇവിടെ നിന്നും സ്വന്തം മാതാപിതാക്കളുടെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ളൊരു വകുപ്പുണ്ട്. നിയമം അങ്ങനെയാണ് പറയുന്നത്. അതേപോലെ തന്നെ കേരള പോലീസും അതിനു വേണ്ടിയിട്ടുള്ളൊരു സഹായം ചെയ്തു കൊടുക്കും. അത് ഭയന്നുകൊണ്ടാണ് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ കൊച്ചിയിൽ ഒളിവിൽ താമസിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മൊഴിയെടുക്കുവാനായി ഇരുവരെയും കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. കേരള പോലീസ് ഇന്നലെ കമ്മീഷണറോട് സംസാരിക്കുമ്പോൾ കമ്മീഷണർ പറയുന്നത് ഈ ഫർഹാന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് മധ്യപ്രദേശ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കാരണത്തിനാണോ മധ്യപ്രദേശ് പോലീസ് ഇവിടെ വന്നതെന്ന് അറിയത്തില്ല, അവരോട് തന്നെ ചോദിക്കണമെന്നാണ്. പക്ഷേ ഈ പെൺകുട്ടി കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും ഒരു പരാതി നൽകിയിരിക്കുകയാണ്. ആ പരാതിയിൽ പറയുന്നത് തനിക്ക് കേരളം വിട്ട് പോകണ്ട, ഈ ഭർത്താവിന്റെ അടുത്തു നിന്ന് പോകേണ്ട, നാട്ടിലേക്ക് പോകേണ്ട, തന്നെ കൊണ്ടുപോകാനാണ് മധ്യപ്രദേശ് പോലീസ് എത്തിയതെന്ന് സംശയിക്കുന്നു. അതുകൊണ്ട് പോലീസ് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത്. പക്ഷെ അതിൽ ഇതുവരേക്കും നടപടിയൊന്നും കമ്മീഷണർ സ്വീകരിച്ചിട്ടുമില്ല. പ്രായപൂർത്തിയാകാത്ത രേഖകളെല്ലാം തന്നെ മധ്യപ്രദേശ് പോലീസിന്റെ പക്കലുണ്ട്. അതെല്ലാം തെളിവുകൾ അടക്കം കേരള പോലീസിനെ സമർപ്പിച്ചതുകൊണ്ട് തന്നെ പോലീസ് പെൺകുട്ടിക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഒരു സാധ്യതയും കുറവാണ്. പക്ഷേ മധ്യപ്രദേശ് പോലീസ് പറയുന്നത് പെൺകുട്ടിയെ കൊണ്ടുപോകാനല്ല, മൊഴിയെടുക്കാനാണ് വന്നിരിക്കുന്നതെന്നാണ്. പക്ഷേ ഇരുവരും ഒളിവിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് എന്തായാലും ഇന്നും ഇവിടെ തുടരുന്നുണ്ട്. അവരുടേതായിട്ടുള്ള രീതിയിൽ കേരള പോലീസിന്റെ സഹായം കൂടി തേടിക്കൊണ്ടുള്ളൊരു തിരച്ചിലും ഒരു അന്വേഷണവും തന്നെയാണ് ഇന്നും ഈ കൊച്ചിയിൽ നടക്കുക. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.